ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നോക്ക് റെസിപ്പീസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ്. പഴം ജ്യൂസ്. മിക്ക വീടുകളിലും അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും. പഴം പാകം തെറ്റിയാലോ അല്ലെങ്കിൽ പഴത്തിന്റെ തൊലിയൊന്ന് കളർ മാറിയാലോ മക്കളാരും പിന്നെ ആ വഴിക്കേ നോക്കില്ല. ഇവിടെ എന്റെ അവസ്ഥയും അത് തന്നെയാണ്. ഞാൻ നോക്കിയപ്പോൾ 3 ഞാലിപ്പൂവൻ പഴം നന്നായി പഴുത്ത് പാകമായിരിക്കുന്നു. അപ്പോൾ പിന്നെ അത് വെച്ചൊരു പഴം ജ്യൂസ് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇൻഗ്രീഡിയൻസിന് മുന്നേ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. ഒപ്പം ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. കുറച്ച് വറുത്ത കപ്പലണ്ടി, ഒരു 3-4 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ട്. ഇത് ഞാൻ തൊലി കളഞ്ഞ് ഇതുപോലെ നടുപൊളിച്ച് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, 3 ഞാലിപ്പൂവൻ പഴം, 1 ടേബിൾ സ്പൂൺ വെള്ളവിൽ. വെള്ളവിലൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിന് ചേർത്ത് കൊടുത്തെന്ന് മാത്രം. പിന്നെ പാൽ ആവശ്യത്തിന്. ഞാനിവിടെ തിളപ്പിക്കാത്ത ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണുത്ത 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പാലിൽ 2 വലിയ ഡേറ്റ്സ് ഇട്ട് നന്നായി അരിച്ചു വെച്ചിരിക്കുന്ന പാലാണിത്. ഇങ്ങനെ ഡേറ്റ്സ് ഇട്ട് അരച്ചെടുത്ത പാല് ജ്യൂസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് വേറെ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് മാത്രമല്ല ജ്യൂസ് കുറച്ചുകൂടി ഹെൽത്തിയുമാകും. പിന്നെ 3 ടേബിൾ സ്പൂൺ സേമിയ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ 5-6 മിനിറ്റ് കുക്ക് ചെയ്ത് എടുത്തതാണിത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉണ്ണിയേട്ടന്റെ ജ്യൂസ് കടയുണ്ട്. അവിടുത്തെ പഴം ജ്യൂസ് ഭയങ്കര ഫേമസ് ആണ്. അവിടുത്തെ പഴം ജ്യൂസിലാണ് ഞാൻ ഈ സേമിയ ഇട്ട് കഴിച്ചിട്ടുള്ളത്. ഞാൻ ഇതുപോലെ സേമിയയും ഇട്ട് പഴം ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. പായസത്തിനും ഉപ്പുമാവിനൊക്കെ യൂസ് ചെയ്യാനായി ഞാൻ എപ്പോഴും സേമിയം നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതിൽ നിന്നാണ് ഞാനിപ്പോൾ ജ്യൂസിനും യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജ്യൂസിന് സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. ഇനി ജ്യൂസ് ഉണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് പഴം ചേർത്ത് കൊടുത്ത ശേഷം ഈ പഴം നന്നായി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഉടച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പഴത്തിന്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് തന്നെയാണ് ഈ ജ്യൂസിന്റെ ടേസ്റ്റ്. പിന്നെ അടുത്തത് നമുക്ക് സേമിയയും ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് സേമിയയും ചേർത്ത് കൊടുത്ത് പിന്നെ പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കിയെടുക്കണം. നമ്മൾ ഈ സേമിയം ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ സേമിയം നല്ല പോലെ കട്ടയൊന്നും തീരെ ഇല്ലാത്ത രീതിയിൽ കൈവച്ചോ ഫോർക്ക് വെച്ചോ ജ്യൂസിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലേവർ കുറവാണെങ്കിൽ നമുക്ക് എടുത്ത ഏലക്കപ്പൊടി മുഴുവനായും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല പോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ജ്യൂസ് സെർവ് ചെയ്യാനായി ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് കപ്പലണ്ടിയും കുറച്ച് അവലും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ജ്യൂസ് മിക്സ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവസാനം വീണ്ടും കുറച്ച് അവലും കപ്പലണ്ടിയും വെച്ച് ഗാർണിഷ് ചെയ്യാം. എന്റെ കയ്യിൽ കുറച്ച് കുങ്കുമപ്പൂ ഉണ്ടായിരുന്നുകൊണ്ട് 2 നുള്ളു കുങ്കുമപ്പൂവും കൂടി വെച്ച് ഞാൻ നമ്മുടെ ജ്യൂസ് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ പഴം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വറുത്ത കപ്പലണ്ടിയും അവലും നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വേവിച്ച സേമിയവും ഒക്കെ ആയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ പഴം ജ്യൂസ്. അപ്പോൾ ഇനി ഇതുപോലെ പാകം തെറ്റാറായ പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വേഗം തന്നെ ഇങ്ങനെ ഒരു ജ്യൂസ് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാകും. ഒരു സംശയവും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ഒപ്പം നമ്മുടെ പഴം ജ്യൂസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.